നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവൻ തന്റെ കൈകൾ പുറകിലേക്ക് പിടിച്ച് ഇന്ദ്രന് മുന്നിൽ നിവർന്നു നിന്നുകൊണ്ട് അവനുള്ളിലെ ധാർഷ്ട്യം ഒട്ടും കുറയാതെ പറഞ്ഞു. നീല ഉൾപ്പെടെ എല്ലാവരും കണ്ണുകൾ ഒരു പരിഭ്രാന്തിയോടെ ഉറ്റുനോക്കിയത് ഇന്ദ്രന് നേർക്കാണ്. നീ കളിക്കാൻ നിൽക്കല മഹി. ഇന്ദ്രൻ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴത്തെ ഈ കളി അതെനിക്ക് ഇഷ്ടാവുന്നുണ്ട് ഇന്ദിരേട്ടാ. ഇതിനെന്നും ഇല്ലാത്തൊരു ലഹരിയുണ്ട്. അവനൊന്ന് കൈകൾ ഉയർത്തി ഞെളിഞ്ഞോണ്ട് ചിരിയോടെ പറഞ്ഞു. മഹി! ഇന്ദ്രൻ പല്ലടിച്ചോണ്ട് വിളിച്ചു. 2 ദിവസം 2 ദിവസം നീയും നിന്റെ ആണയും ഞങ്ങൾക്കൊപ്പം വേണം. അത് കഴിഞ്ഞ് നിനക്ക് അട്ടപ്പാടിക്കോ നീലഗിരിക്കോ എവിടെ വേണേലും പോവാം. പറ്റണം. ഇല്ലെങ്കിൽ പറ്റിക്കാൻ എനിക്കറിയാം. വെറുതെ എന്നെ വെടക്കാക്കാതെടാ ദേവേന്ദ്ര. 2 ദിവസം ഞങ്ങൾക്കൊപ്പം ചെലവിട്ട ശേഷം നിനക്ക് മടങ്ങാം. അത് പക്ഷേ നിന്റെ കൂടെ ഒരുമിച്ചൊരു കൂരക്കീഴിൽ അന്തിയുറങ്ങാനുള്ള എന്റെ ഒടുക്കത്തെ ആഗ്രഹം കൊണ്ടാണെന്നൊന്ന് വിചാരിച്ചേക്കലടാ മോനെ. മേഘൻ പറഞ്ഞു. ഇന്ദ്രൻ അവനെ നോക്കി കണ്ണൂർപ്പിച്ചു. എന്റെ പെണ്ണിനൊരാഗ്രഹം. അവളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാ പിന്നെ അത് ചെയ്തു കൊടുത്തില്ലേ നിക്കതൊരു മുഷിച്ചിലാണ്. അവൻ പറഞ്ഞു. ഭൂവി അവൻ എന്താണ് പറയാൻ പോകുന്നെന്ന ആകാംക്ഷയോടെ അവനിൽ മിഴിയൂന്നി. ഇന്ദ്രൻ അവനെ ഒന്ന് കണ്ണു ചുരുക്കി നോക്കി. അവൾക്കേ അവളുടെ വീട് വരെ ഒന്ന് പോകണമെന്ന്. കുഞ്ഞിനെയും കൊണ്ടല്ലാതെ അവിടേക്ക് ഒരു മടങ്ങിപ്പോക്കില്ലാന്ന് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചല്ലേ അവള്. അപ്പൊ പോകുമ്പോ കൊച്ചിനെ കൂടെ കൂട്ടാതെ എങ്ങനെയാ? അതിന് കുഞ്ഞു മാത്രം പോരെ, ഞങ്ങളെന്തിനാ? ഇന്ദ്രൻ അവനോട് ചോദിച്ചു. അതെന്ത് വർത്തമാനാടാ ഇന്ദിരേട്ടാ? ഇത്ര നാളും അത് വളർന്ന ആരുടെ ചൂട് പറ്റിയാ? ഈ നിൽക്കുന്നവളുടെ ചൂട് പറ്റിയല്ലേ? അപ്പൊ അവളില്ലാതെ എങ്ങനെയാടാ കോപ്പെ കുഞ്ഞിനെ കൊണ്ടുപോകാനൊക്കുന്നേ? അവൻ ഇന്ദ്രൻ നോക്കി ചോദിച്ചു. അതുവരെ മൂടിക്കെട്ടിരുന്നവരുടെ മുഖമൊന്ന് തെളിഞ്ഞു. എന്താടിയാണ് നിന്റെ ചൂടട്ടായത്? ഞങ്ങൾക്കൊപ്പം നിൽക്കുവോ? മേഘൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. അവൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. അത് കേൾക്കെ ഇന്ദ്രൻ അവളിൽ നിന്ന് കണ്ണു ചുരുക്കി നോക്കി. അവന്റെ ആ നോട്ടം കാണെ അവൾ വേഗം തന്നെ മിഴികൾ താഴ്ത്തി. നിന്റെ ഭാര്യക്കുള്ള വിവരം പോലും നിനക്കില്ലാതായല്ലോടോ വിവരമില്ലാത്തവനെ, മേഘൻ പറഞ്ഞു. ഇന്ദ്രനൊന്ന് പല്ലിയരിച്ചു. അല്ലെങ്കിലും നിനക്ക് ഈ കടിച്ചു പൊട്ടികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളടാ. അവൻ സന്ധ്യാനേരത്ത് കൊച്ചിനെയും തൂക്കി ഇറങ്ങിയിരിക്കുക നാട് വിടാൻ. നിന്റെ മറ്റവരുടെ കയ്യിൽ നിന്ന് ഇതിനെടുത്തോണ്ട് വന്നല്ലേ നീ? അപ്പൊ നീ തന്നെ അങ്ങ് വളർത്തിയാ മതി. ഇനി അതിന് പറ്റൂലെന്നാണെങ്കിൽ എന്നേക്കുമായിട്ട് അവളെ എന്റെ കയ്യിലോട്ട് വെച്ചെന്നിട്ട് നിനക്കും നിന്റെ കെട്ടിയോൾക്ക് ഈ പടിയിറങ്ങാം. പക്ഷേ പിന്നീട് ഒരു ബന്ധത്തിന്റെ പേരും പറഞ്ഞ് ഒന്നിനെയും മുറ്റത്ത് കണ്ടുപോകരുത്. എന്താ, നിനക്ക് സമ്മതമാണോ? അവന്റെ ചോദ്യം കേൾക്കെ നീലി നോക്കിയത് ഭൂവിയുടെ മുഖത്തേക്കാണ്. തന്നെ നോക്കി ചുണ്ടിൽ വിരിഞ്ഞൊരു ചിരിയോടെ നിൽക്കുന്നവളെ കാണെ അവളുടെ ചിന്തകൾക്ക് ശാന്തത കൈവന്നിരുന്നു. അത് നീയാണോ പറയേണ്ടത്? അവള് പറയട്ടെ. ഇന്ദ്രൻ ഭൂവിയെ കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിതിൽ എതിർപ്പൊന്നുമില്ല. ഇവളെ അന്വേഷിച്ച് ഇവിടേക്ക് വരുമ്പോൾ എനിക്കുള്ളിൽ ഇവളെ സുരക്ഷിതാക്കുന്ന ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര നാളും നിങ്ങൾ രണ്ടുപേര് അവൾക്ക് ഇടംവലം നിന്ന് അവളെ സംരക്ഷിച്ചു. അവിടെ നിന്ന് എനിക്ക് റോളും ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള കാലം എനിക്കപ്പോൾ ഇവള് വേണമെന്ന ചിന്തയോടെ തന്നെയാണ് ഞാനിവിടെ കാലുകുത്തിയത്. പക്ഷേ എനിക്ക് മാത്രമേ അവളെ വേണ്ടൂ. ആൾക്ക് പക്ഷെ ഇങ്ങനെ ഒരു അപ്പച്ചീപ്പ് അവൾക്കൊപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരുപോലെയാണ്. ആൾ ചിരിയോടെയാണ് പറയുന്നെങ്കിലും ആ കണ്ണുകളിലെ നീർത്തിളക്കം മേഘന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അയ്യോ, അങ്ങനെയൊന്നല്ലേ ചേച്ചി. നീലി അതിനെ തടഞ്ഞോണ്ട് പറഞ്ഞു. അങ്ങനെയാണ് നീലി. ഭൂവി അതേ ചിരിയോട് അവളോട് പറഞ്ഞു. ആളൊന്നും വല്ലാണ്ടായി. കുഞ്ഞല്ലേ അവള്. ഈ കുഞ്ഞിപ്രായത്തിൽ അവളെ നിന്നിൽ നിന്നകറ്റി അവൾക്കൊരു വേദന നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതി അവൾ എനിക്ക് വേണ്ടാന്നല്ല. അന്ന് പറഞ്ഞ പോലെ ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് അവളുടെ ചെറിയാമ്മയും അപ്പച്ചിയായെല്ലാം അവളെ മത്സരിച്ച് സ്നേഹിക്കാം. എന്തേ? ഭൂവി അവളുടെ കൈ പിടിച്ചെടുത്തോണ്ട് ചോദിച്ചു. അവൾ നിറകണ്ണുകളോട് അവളെ നോക്കി ചിരിയോടെ തലയാട്ടി കാണിച്ചു. ആ, അപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനമായ സ്ഥിതിക്ക് ഇന്ദിരേട്ടൻ ഇന്നിവിടെ തമ്പടിക്കുമല്ലേ? മേഘൻ ചോദിച്ചു. അവൻ ഉത്തരവൊന്നും പറഞ്ഞില്ല. രുദ്ര, വടക്കേ മുറിയല്ലേ, ഞാൻ കാണിച്ചു കൊടുത്തോളേട്ടാ. അവൻ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനടുത്തേക്ക് നീ. ഇങ്ങനെ നാണം കുണി നിൽക്കാതെ ചെല്ലടാ ദേവേന്ദ്ര. ചെന്നെന്റെ മണിമാളികയൊക്കെ ഒന്ന് ചുറ്റിക്കാണ്. ചേട്ടൻ അപ്പോഴേക്കൊരു കുളിവാസാകട്ടെ. അവൻ കയ്യിലെ തോളിലേക്ക് ഇട്ടുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. ഏയ് ബൊമ്മി! അവൻ നടന്നു പോകുന്ന കൂട്ടത്തിൽ അവളെ ഒന്ന് വിളിച്ചു. അങ്ങോട്ട് ചെല്ലിട്ടോ, ഞാനിപ്പോ വരാം. ഭൂവി നീലിയെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന് പുറകെ നടന്നു നീങ്ങി. പോവാം, രുദ്രൻ ചോദിച്ചു. ഇന്ദ്രനും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കൊണ്ടുവന്ന സാധനങ്ങൾ എടുക്കാനായി അവനൊപ്പം പുറത്തേക്ക് ഇറങ്ങി. മോള് പേടിച്ചോ? ചന്ദ്രാസൻ നീലിയെ നോക്കി ചോദിച്ചു. അവളതിന് ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് തലയാട്ടി. ആ, എങ്ങനെ പേടിക്കാനാ? ഇവിടുത്തേത് അലറിയാണെങ്കിൽ അവിടുത്തെ ഗർജിക്കല്ലേ, അപ്പൊ പിന്നെ പേടിയാണില്ല. അയാൾ പറഞ്ഞ അവൾ ചിരിച്ചുപോയി. എന്താ നാഥ?
അടുക്കള തിട്ടയിലേക്ക് ഇറങ്ങി നിൽക്കുന്നവരുടെ ചെന്നുകൊണ്ട് ഭൂവി ചോദിച്ചു. അവനാളെ പൊക്കിയെടുത്ത് അവിടെയുള്ള അമ്മിത്തിട്ടയിലേക്ക് ഇരുത്തിയിരുന്നു. അവൾ വീഴാതിരിക്കാൻ എന്നോണം അവന്റെ തോളിൽ മുറുക്കി പിടിച്ചു. വിഷമ എന്റെ പൊന്നിന്. അവൻ ആൾക്കരിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് ചോദിച്ചു. അവൾ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി ആ തോളിലേക്ക് ചാഞ്ഞിരുന്നു. എന്താണ് ഈ കുഞ്ഞമ്മണി? അവൻ ചോദിക്കുന്നതിനൊപ്പം ഒരു ചിരിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ചു. നാഥ, ഓ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. എന്തിനാ എന്റെ കുഞ്ഞിന് സങ്കടം? അവനവളെ തന്നിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനെടുത്ത തീരുമാനം ശരിയല്ലേ? ആണ്, അത് മാത്രമാണ് ശരി. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ താടിത്തുമ്പിലൊന്ന് ചുണ്ടമർത്തി. അവള് കുഞ്ഞല്ലേ, ഈ പ്രായത്തിൽ അവളെ അവരിൽ നിന്ന് അയറ്റണ്ടല്ലേ? അതെ, അവരവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവളെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നാത്ത. തോന്നിയാ നമ്മൾ പോയി കാണും. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. നാഥൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? നീ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന എന്റെ ബുദ്ധിമുട്ട്. അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ കൂർത്തു. അയ്യോ, ഇങ്ങനെ നോക്കില്ലേ പോലെ. നേരത്തെ കണ്ട കാഴ്ച ഇപ്പോഴും മായാതെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ നോക്കി കൊതിപ്പിച്ചാലുണ്ടല്ലോ, സത്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നീ കുറെ വാങ്ങിക്കൂട്ടും. അയ്യേ, ഈ വൃത്തിയിട്ട മനുഷ്യൻ, മാറങ്ങോട്ട്. ആളവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവൾ അതിന് സമ്മതിക്കാതെ അവിടെ പിടിച്ചു വെച്ചു. എന്നെ വിടുന്നുണ്ടോ? ആളവന്റെ പിടിയിൽ നിന്ന് വെളിയിൽ വരാൻ ശ്രമിച്ചുകൊണ്ട് ചീറി. നീ ഭാര്യയെ. അവൻ ആൾക്കരികിലേക്ക് മുഖം ചേർത്തുകൊണ്ട് സ്വരം താഴ്ത്തി വിളിച്ചു. എന്താ? അവന്റെ ആ വിളിയിൽ എന്തോ പന്തിയുടെ മണത്തുകൊണ്ട് അവൾ ചോദിച്ചു. എനിക്ക് കൊതി തോന്നുന്നില്ലേ? അവനൊരു കുറുകലോടെ അവളുടെ നഗ്നമാർന്ന വയറിനെ ഓമനിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ നെഞ്ചൊന്നാളി. കണ്ണുകൾ തങ്ങൾക്ക് ചുറ്റിനും ആരുമില്ലെന്ന് ഉറപ്പിക്കാൻ പരക്കം പാഞ്ഞു. നാഥ, ശാസനയോടെ വിളിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ കൂടി അവന്റെ ആ നിൽപ്പിലും കൈകളുടെ മാന്ത്രികതയിലും ആ ശബ്ദമൊന്ന് വിറച്ചുപോയി. നമുക്ക് കുളപ്പുരയിലേക്ക് പോവാം, അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ചെറു ചുംബനങ്ങൾ ഏകി. ഇവിടെ അന്വേഷിക്കും. അവളൊന്ന് വിറച്ചുകൊണ്ട് അവനുള്ള മറുപടി നൽകി. കൊതിയായിട്ടല്ലേടി? അവനവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് തന്റെ തള്ളവിരൽ ആഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും അവളൊരു കിതപ്പോടെ അവനെ ചുറ്റി വരിഞ്ഞിരുന്നു. പോവാം. ചെവിയോരം സ്വകാര്യം പോലെ അവന്റെ ശബ്ദം. എടുത്തിയേ! ആളിൽ നിന്ന് രുദ്രന്റെ ശബ്ദം കേട്ടതും അതുവരെ അവനിലേക്ക് ഒട്ടിയിരുന്നവൾ അവനെ തള്ളി മാറ്റിയൊരു ഓട്ടമായിരുന്നു അകത്തേക്ക്. അമ്മച്ചി! പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ തള്ളിൽ അവൻ നിലയിട്ട താഴേക്ക് മൂടുകുത്തി വീണുപോയി. പുറകിൽ നിന്നെന്തോ ശബ്ദം കേട്ടവൾ തന്റെ ഓട്ടം നിർത്തിയോട് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് താഴെ മൂടും താങ്ങിയും തന്നെ ദഹിപ്പിച്ചു നോക്കുന്ന മേഘനയാണ്. സോറി. അവനെ ആ നോട്ടം കാണെ അവളൊന്ന് ഇളിച്ചു കാണിച്ച് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വേഗത്തിൽ നടന്നു നീങ്ങി. അവളുടെ അമ്മൂമ്മയുടെ ഒരു കോറി. ഭാഗ്യത്തിനും നടുവിനൊന്നും പറ്റിയില്ല. അവൻ മൂട് തട്ടി എഴുന്നേറ്റുകൊണ്ട് ആശ്വാസത്തിൽ പറഞ്ഞു. മനുഷ്യനൊന്ന് കരക്കടുപ്പിച്ചു വരികയായിരുന്നു. അപ്പോഴേക്കും അവന്റെ ഒരു വേട്ടത്തി വിളി. എന്റെ കഞ്ഞിയിൽ പാറ്റവർക്കിടാൻ മാത്രം കെട്ടിയെടുത്തതാ ആ പിശാചിനെ. അവൻ തോളിൽ കിടന്ന് തോർത്തൊന്ന് കുടഞ്ഞ് മുറുമുറുത്തുകൊണ്ട് മുണ്ടും മടക്കി കുത്തി കുളിമുറി ലക്ഷ്യം വെച്ച് ആഴത്തിൽ നടന്നു നീങ്ങി. ഈ രാത്രി തന്നെ പോണോ മാമേ? വ്യാസന്റെ മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് മേഘം തിരക്കി. രാത്രി യാത്രയാ എനിക്ക് ശീലം. അവൻ മേഘങ്ങളുടെ മറുപടി നൽകി കൊണ്ടുവന്ന ബാഗിലേക്ക് തേദിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം കൂടി എടുത്തു വെച്ചു. ഉണ്ടായിരുന്നൊന്ന് നശിച്ചു തുടങ്ങി. കാലം കുറെ ആയില്ലേ എന്റെ കയ്യിൽ അതങ്ങനെ ഇരിക്കുന്നു. എത്ര കാലത്ത് സൂക്ഷിച്ചാലും നശിച്ചു പോകേണ്ടതാണെങ്കിൽ നശിച്ചു പോകും. അതിപ്പോ ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും. അയാൾ അവനോട് അലസമായി പറഞ്ഞു. മുത്തശ്ശന് നല്ല വിഷമമുണ്ട് മാമ ഇങ്ങനെ. മേഘന അവരോട് എങ്ങനെ പറയുന്നറിയാതെ ബുദ്ധിമുട്ടി. ആയ കാലത്ത് എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ വയസ്സാം കാലത്ത് ഇങ്ങനെ മകനെ ഓർത്ത് ഉരുക്കേണ്ടി വരുമായിരുന്നു എന്ന് നീ നിന്റെ മുത്തശ്ശനോടൊന്ന് ചോദിക്കുക. അയാൾ ഒരു പുച്ഛ നിറഞ്ഞ ഭാവത്തിൽ അവനോട് പറഞ്ഞുകൊണ്ട് മുന്നിലെ നിലക്കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കിയൊന്ന് താടി ഒഴിഞ്ഞു. ഒന്നും മറക്കാൻ ഞാൻ പറയില്ല, അതിന് കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇനിയും ഇങ്ങനെ മുത്തശ്ശനെയും ഞങ്ങളൊക്കെ അകറ്റി നിർത്തായിരുന്നു ഇവിടെ മാമക്ക്. അവൻ ചോദിച്ചു. വ്യാസൻ പൊടുന്നതിന് അവന് നേർക്ക് തിരിഞ്ഞു. ഓർമ്മച്ച കാലം തൊട്ടേ ഞാനിങ്ങനെയാ. ആരോട് അമിതമായിട്ട് ഒരടുപ്പത്തിന് ഞാൻ പോവാറില്ല. അതാരെക്കാളും നന്നായിട്ട് അറിയുന്നു നിന്റെ മുത്തശ്ശനാ. എൻ്റെ ആ സ്വഭാവം ചൂണ്ടിക്കാണിച്ച് തന്നെയാ അങ്ങേരെ അവളെ എനിക്ക് നിഷേധിച്ചതും. അത് പറയുമ്പോൾ അയാളുടെ ചുണ്ടുകളൊന്ന് കൂടി. എനിക്കാരെയും ഉള്ളു തുറന്ന് സ്നേഹിക്കാനാവില്ല പോലും. അങ്ങനെ ഒരുത്തിന് ചന്ദ്രമംഗലത്തെ തമ്പുരാട്ടിക്കുട്ടിയെ വീട് കഴിച്ചരുമെന്ന് ചോദിക്കാൻ അങ്ങേർക്ക് ബുദ്ധിമുട്ടുണ്ട് പോലും. അയാൾ പറഞ്ഞു നിർത്തിയതും മേഘന അയാളുടെ മുഖത്ത് തെളിഞ്ഞാണെന്ന അവജ്ഞതയിലേക്ക് ഒരു നിമിഷം നോക്കിയെന്ന് പോയി. എന്നിട്ട് ഞാൻ അങ്ങേരുടെ കൂടെ ഈ കാര്യം പറഞ്ഞ് ഒരുപാട് നടന്ന അപ്പം അങ്ങേരുടെ അടുത്ത ആയുധം നിന്റെ അമ്മയുടെ രൂപത്തിൽ പുറത്തേക്ക് എടുത്തു. ഇങ്ങനെ നടക്കാത്ത കാര്യത്തിന് പുറകെ നടന്ന് നിന്റെ പെങ്ങളുടെ ജീവിതം കൂടി നശിപ്പിക്കരുതെന്ന്. ചന്ദ്രമംഗലത്തെ കൊച്ചു തമ്പുരാട്ടി
അവള് ദേവിയാവേണ്ടവളാണ് പോലും. അവളുടെ ജനനം പോലും അതിനു വേണ്ടിയുള്ളതാണെന്ന്. വ്യാസന്റെ ഓരോ വാക്കുകളിലും ആരോടൊക്കെയുള്ള ദേഷ്യവും പുച്ഛവും എല്ലാം കൂടി കലർന്നിരുന്നു. അങ്ങനെ ദേവിയായി കെട്ടിയെഴുന്നള്ളിച്ച് നടക്കാനായിരുന്നെങ്കിൽ എന്തിനാടാ ആ ദേവി തന്നെ അവളെ എന്റെ കൺമുമ്പിലേക്ക് ഇട്ടെന്ന്? ദേവിയാണ് പോലും, ദേവി. എന്നിട്ടിപ്പോ ആയല്ലോ ദേവി. അയാളുടെ കടപ്പലുകൾ ഞെരിഞ്ഞമർന്നു, മുഖത്ത് പുച്ഛം നിറഞ്ഞു. മൂന്നാം ഉത്സവത്തിന്റെ അന്ന് രാത്രി എന്റെ പെണ്ണ് അവിടെ ജീവന് വേണ്ടി പെടുകയാണെന്നറിയാതെ എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ കുടിച്ചു ബോധമില്ലാതെ അവൾക്ക് തൊട്ടടുത്തൊരു കയ്യകലത്തിൽ ഞാനുണ്ടായിരുന്നടാ. അത് പറയുമ്പോൾ അയാളുടെ തൊണ്ടയിടറി, കണ്ണുകൾ ചുവന്ന് കലങ്ങി. എന്നെ കുടിപ്പിച്ച് കിടത്തിയിട്ടാ കരികിലേക്ക് പോയത്. എന്നിട്ട് പിറ്റേന്ന് ബോധം വന്നപ്പോ ഒന്നും അറിയാത്ത കണക്കാവന്റെ ഒരു അഭിനയം. വ്യാസന്റെ കണ്ണുകളിൽ അനന്തരമുള്ള പക നിറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ പേരും പറഞ്ഞായിരിക്കും ആ നായ അവൾ അവിടേക്ക് വരുത്തിച്ചിട്ടുണ്ടാവുക. എന്തു വന്നിട്ടാണെങ്കിലും ആ ചടങ്ങ് ഞാൻ മുടക്കിയെന്ന് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കിന്റെ പുറത്തായിരിക്കും ആ പാതിരാത്രി അവൾ അവനോടൊപ്പം ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക. അത് പറയുമ്പോൾ അയാൾക്കുള്ള തന്റെ പ്രാണനെ ഓർത്ത് വെന്തുരുകി. പിറ്റേന്ന് പകലെനിക്ക് ബോധം വരുമ്പോ എന്റെ തൊട്ടരികിൽ ആ നായ ഉണ്ടായിരുന്നടാ. ആ നിമിഷം മുതൽ പിന്നെ അങ്ങോട്ട് ഞാൻ ഇവിടം വിടുന്നവരെ അവൻ എന്നെ സമർത്ഥമായി പറ്റിച്ചു. ആർക്കും ഒരു സംശയം തോന്നാത്തവണ്ണം അവൻ എന്റെ മുമ്പിൽ ആടി തിമിർത്തു. ആ ഓർമ്മയിൽ അയാൾ തന്റെ ദേഷ്യമൊന്ന് പല്ലിയടിച്ച് തീർത്തു. എനിക്ക് മുന്നിൽ അവന്റെ പൊയ്മു കഴിഞ്ഞു വീഴാൻ വർഷം ഇത്ര വേണ്ടി വന്നു. ആരാണതിന് പിന്നിലെന്നറിയാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാ. പക്ഷേ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടിയത് നിന്നിലൂടെയാണെന്ന് മാത്രം. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ അവനോടുള്ള നന്ദി പ്രകടമായി. ഇത്ര നാളും ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഞാൻ ജീവിച്ചേർത്ത് തന്നെ അതിനു വേണ്ടിയാ. അതെന്തായാലും പൂർണ്ണമായ സ്ഥിതിക്ക് ഇനിയിപ്പോ ഈ ജീവിതം എത്രയും പെട്ടെന്ന് ഒടിഞ്ഞാൽ മതിയെന്നാ എനിക്കിപ്പോ. മാമേ, അയാൾ പറഞ്ഞു നിർത്തിയതും മേഘനെ ആളെന്ന് വിളിച്ചു. ഒരു പ്രതീക്ഷയുമില്ലാതെ മുന്നോട്ട് തള്ളി നീക്കാൻ കാരണങ്ങൾ ഏതുമില്ലാത്ത ഒരു ജീവിതം. അതായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളത്രയും ഞാൻ ജീവിച്ചേർത്ത എന്റെ ജീവിതം. അയാളുടെ കണ്ണുകളിൽ തന്റെ കഴിഞ്ഞകാല ജീവിതം മിഴിവോടെ തെളിഞ്ഞു നിന്നു. അവള് പോയത് പിന്നെയുള്ള എന്റെ രീതികൾ കണ്ട് എനിക്ക് ഭ്രാന്ത് വരുമെന്ന് പേടി തോന്നി. നിന്റെ മുത്തശ്ശൻ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട് എന്നെ വേറെ കെട്ടിക്കാൻ. അയാളുടെ ചുണ്ടുകളൊന്ന് കൂടി. നാളെ നിന്റെ ഭാര്യയില്ലാത്തൊരവസ്ഥ വന്നാ നീ വേറെ കെട്ടി സുഖമായി ജീവിക്കോ? മാമേ! അവന്റെ ശബ്ദം അയാൾക്ക് നേരെ ഉയർന്നു. അവളെ ഞാനൊരു താലിച്ചരടിൽ ബന്ധിച്ചില്ലെന്നേ ഉള്ളൂ. ചന്ദ്രമംഗലത്തെ തേതി അവൾ എനിക്ക് എന്റെ ഭാര്യ തന്നെയാ. ഒരു താലിച്ചരട് കൊണ്ടോ ഒരു നുള്ളു സിന്ദൂരം കൊണ്ടോ എനിക്ക് സ്വന്തമാകാതെ പോയ എന്റെ ഭാര്യ. വ്യാസന്റെ ഉള്ളം അവന്റെ തപസ്യയോടുള്ള പ്രണയത്തിൽ നിറഞ്ഞു തുളുമ്പി. എന്റെ ഈ ജീവിതം തന്നെ അവൾക്കുള്ള എന്റെ സമർപ്പണമാണ്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മെങ്കിലും അവളെ എനിക്ക് എന്റെ ആത്മാവിനോട് ചേർത്ത് വെക്കാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയിലാ എന്റെ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുന്നത് തന്നെ. കാണുന്നവർക്കെല്ലാം ഇതിനെ ഭ്രാന്തായി തോന്നാം. അതെ, അതങ്ങനെ തന്നെയാ. ഈ ഭ്രാന്ത് അതെനിക്ക് സമ്മാനിച്ച അവളാ. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഭ്രാന്തിനോട് പോലും എനിക്ക് വല്ലാത്ത പ്രണയ. അയാളുടെ കണ്ണുകളിൽ നിന്നൊരു നീർത്തുള്ളി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവളെ പ്രതി ചന്ദ്രമംഗലത്തിൽ വീണുടഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ ആ കണ്ണുനീർത്തുള്ളിക്ക് പോലും പറയാൻ 1000 കഥകളുണ്ടെന്ന് തോന്നി മേഘന്. കഴിഞ്ഞ 26 വർഷമായി ഈ ഭ്രാന്ത് എനിക്കൊപ്പം ഉണ്ട്. ഒരിക്കൽ പോലും അതിൻ്റെ അളവ് കുറഞ്ഞു പോയിട്ടില്ല. അതിങ്ങനെ നാൾക്ക് നാൾ കൂടിയിട്ടേ ഉള്ളൂ. അതിൻ്റെ തെളിവാ സ്വന്തമാക്കാൻ കഴിയാതെ പോയിട്ടും ഇന്നും അവളൊരുൾക്ക് വേണ്ടി മാത്രം തുടിക്കുന്ന എൻ്റെ ഈ ഹൃദയം. അയാൾ സ്വന്തം നെഞ്ചിൽ തട്ടി പറഞ്ഞു. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും മേഘന്റെ കണ്ണുകളിൽ നീർ പൊടിയുക തന്നെ ചെയ്തു. തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ അവന് മുന്നിൽ ഒരു മാതൃകാ പുരുഷനായി മാറിയ നിമിഷം, അല്ലെങ്കിലും പല കാര്യങ്ങളിലും താൻ അയാളുടെ പ്രതിരൂപം തന്നെയാണെന്ന് തോന്നിയ നിമിഷങ്ങളേറെയാണ് മേഘന്. അതിപ്പോൾ രൂപത്തിലായാലും സ്വഭാവത്തിലായാലും പലരും തന്നെ ഉപമിക്കാറുള്ളത് അമ്മാവൻ വ്യാസവർദ്ധനുമായിട്ടാണ്. അത് തനിക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു നിമിഷം കൂടിയാണ്. അവരോടെല്ലാം പറഞ്ഞേക്ക് ഞാൻ പോയെന്ന് വ്യാസൻ അവനോടായി പറഞ്ഞുകൊണ്ട് തന്റെ ബാഗ് എടുത്ത് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. യാത്ര പറയുന്നില്ലേ? അവന്റെ ചോദ്യമാണ് അയാളുടെ കാലുകളെ പിടിച്ചു നിർത്തിയത്. ആരോട്? അയാൾ തിരിഞ്ഞു പോയിക്കൊണ്ട് തിരക്കി. എല്ലാവരോടും. അതിന്റെ ആവശ്യമില്ല. അയാൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അപ്പച്ചിയോട് പറയുന്നില്ലേ? ഞങ്ങൾക്കിടയിൽ ഒരു യാത്ര പറച്ചില് അന്നും ഉണ്ടായിട്ടില്ല ഉണ്ണി. അയാൾ ചെറുചിരിയോട് അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. അയാൾ പോയ വഴിയെ നോക്കി അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അവനുള്ളിൽ ചിന്തകൾ പലതായിരുന്നു. സമയം നീങ്ങും തോറും ആ ചിന്തകൾ കാടുകയറി തുടങ്ങിയതുകൊണ്ടാവണം അവന്റെ മനസ്സ് തന്റെ ഇണക്കരിയിലേക്ക് എത്താൻ തുടിച്ചത്. ആ ആഗ്രഹം ഏറി വന്നു. അവന്റെ കാലുകൾ ധൃതിയിൽ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അടുക്കളയിൽ തനിക്കൊപ്പം വന്ന് നിൽക്കുന്നവൾ നോക്കി ഭൂവി തിരക്കി. ഇല്ലേച്ചി, ഞാനിത് എത്രാമത്തെ പ്രാവശ്യം പറയുന്നേ?
നീലി ഒരു ചിരിയോട് അവളോട് തിരികെ ചോദിച്ചുകൊണ്ട് തനിക്ക് മുന്നിലായി അവിടെ ഒരു പാത്രത്തിൽ ഇരുന്ന ഒരു മുന്തിരി എടുത്ത് വായിലേക്ക് ഇട്ടു. നല്ല പുളിയുണ്ട്. ആൾ മുഖം ചുളിച്ച് പറഞ്ഞു കേട്ടതും കുഞ്ഞിനെയും കൊഞ്ചിച്ച് നിന്ന് ആൾ കൊടുക്കാനുള്ള പുഴുങ്ങിയ പഴമൊന്ന് കൈകൊണ്ട് ഉടച്ചുകൊണ്ടിരുന്ന അവളുടെ ചുണ്ടുകളൊന്ന് വിടുന്നു. ചേച്ചി ഇവിടുത്തെ ആളായിട്ട് എങ്ങനെയാ? നീലിയുടെ ശബ്ദം കുറച്ചുള്ള ചോദ്യം കേൾക്കെ ആൾക്ക് ചിരി വന്നെങ്കിലും അത് അവൾ മറച്ചു പിടിച്ചുകൊണ്ട് ആ പാത്രം കയ്യിലേക്ക് എടുത്ത് അവൾക്കരികിലേക്ക് നടന്നു. ഇവിടുത്തെ ഏതാള്? ആൾ നീലിക്കരികിലുള്ള കസേര വലിച്ചിട്ട് അതിലിരുന്നുകൊണ്ട് അവളോട് തിരക്കി. അത് മഹിയേട്ടനായിട്ട്. ആളൊരു ഇളിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു. ഭൂവി ചിരിച്ചുപോയി. എന്തിനാ ചിരിക്കുന്നേ? എന്നെ കളിയാക്കുന്ന? ആളൊരു ചമ്മലോടെ തിരക്കി. ഏയ്, ഇവിടുത്തെ ആളുടെ കാര്യം ഓർത്ത് ചിരിച്ചാ ഞാൻ. അലടി കുഞ്ഞി പാറു. ആൾ പറഞ്ഞ് തന്നെ നോക്കിയിരിക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് അല്പം പഴം വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്നെ കളിയാക്കുകയാണല്ലേ? ആൾ കണ്ണൂർപ്പി ചോദിച്ചു. അവളുടെ ചിരി കൂടുതൽ മനോഹരമായി. ഏയ്, ഞാനെന്തിനാ നിന്നെ കളിയാക്കണം വേണ്ടേ? ഞാൻ സത്യമായിട്ട് ഇവിടുത്തെ ആളുടെ കാര്യം ഓർത്ത് ചിരിച്ചതാണേ. ആൾ തന്നെ ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. പോ ചേച്ചി, എന്നെ കളിയാക്കാതെ. ആൾ ചുണ്ടി കുളുക്കിക്കൊണ്ട് പറഞ്ഞ് ഒരു മുന്തിരി കൂടി വായിലേക്ക് എടുത്തിട്ടു. നീ എന്താ അങ്ങനെ ചോദിച്ച്? ആൾ ചിരി ഒതുക്കിക്കൊണ്ട് തിരക്കി. അതൊന്നുമില്ല, പറഞ്ഞു വരുമ്പോ ഇവിടുത്തെ ആള് അല്ല മഹിയേട്ടൻ ഇന്ദ്രേട്ടന്റെ വകഭേദമാണല്ലോ. ഏയ്, അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾ തന്നെയാ ഇവിടുത്തെ ആളെക്കാളും ഭേദം. ഭൂവി ഒരു കണ്ണിറുക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. ആൾ തന്നെ വീണ്ടും കളിയാക്കിയാണെന്ന് മനസ്സിലായതും നീലി അവളിൽ നിന്ന് കണ്ണൂർപ്പിച്ച് നോക്കി. എന്നെ കളിയാക്കണ്ട, അല്ലെങ്കിൽ ആ സിനിമ ഉൾപ്പെടെ എല്ലാവരും എന്നെ കളിയാക്കാനും ചീത്ത പറയാനും വേണ്ടി മാത്രം വായോർക്കണേ. അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചേച്ചിയുടെ ആള് തന്നെയാ. എന്നെ എന്തൊക്കെയാ പറയണെന്നറിയോ? സ്വാഭാവികം. ആളൊരു ചിരിയോടെ പറഞ്ഞു. ദേ, ഇപ്പൊ ചേച്ചി അതന്നെയാ ചെയ്യുന്നേ. ആൾ ചുണ്ടൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തിനാടി പെണ്ണേ അവർക്ക് കളിയാക്കാൻ പാത്രം നിന്ന് കൊടുക്കുന്നേ? വായിൽ നാക്കേനല്ലേ കിടക്കുന്നേ? തിരിച്ച് രണ്ടെണ്ണം നല്ല അങ്ങ് പറയണം. യോ, എനിക്ക് പേടിയാ. ആൾ പെട്ടെന്ന് പറഞ്ഞു. ആരെ? വേറെ ആരെ? ചേച്ചിയുടെ കെട്ടിയവനെ തന്നെ. ആൾ കെറുവോടെ പറഞ്ഞു. എന്റെ ഒരു അഭിപ്രായത്തില് അങ്ങേര് അത്രയ്ക്ക് ഭീകരനല്ല. ആൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ വായിലേക്ക് പഴം കൊടുത്തുകൊണ്ടിരുന്നു. അത് ചേച്ചി മാത്രമേ പറയൂ, അല്ലെങ്കിലും കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ. ആൾ പറഞ്ഞു. ഭൂവി അവളെ നോക്കി കൂർപ്പിച്ച് നോക്കിയൊന്ന് മൂളി. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. എങ്ങനെയല്ല? എന്നെ കാണുമ്പോ നോക്കി പേടിപ്പിക്കലായിരുന്നേ ചേച്ചിയുടെ ഭർത്താവിന്റെ പ്രധാന ഹോബി. അങ്ങേര് നോക്കുമ്പോ നീ എന്തിനാ പേടിക്കാൻ നിൽക്കുന്നേ? അവൾ സാധാരണയായി ചോദിച്ചു. അതെനിക്ക് പേടിയായിട്ടല്ലേ? ആൾ ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. ഈ പേടി ഇവിടുത്തെ ആളിനോട് മാത്രമേ ഉള്ളോ അതോ അവിടുത്തെ ആളിനോട് അങ്ങനെ തന്നെയാണോ? ആളൊന്ന് വലിച്ചു നീട്ടി ചോദിച്ചു. ആദ്യം എങ്ങനെയായിരുന്നു, പിന്നെന്ത് പറ്റി? പിന്നെ ഇന്ദ്രേട്ടന് എന്നോട് അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ആളൊരു നാണത്തോടെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? ആൾ തനിക്ക് മുമ്പിലിരിക്കുന്നവിടെ നാണം തുളുമ്പുന്ന മുഖത്തേക്ക് നോക്കി ചിരിയോടെ തിരക്കി. അവൾ അതേ നാണത്തിലൊന്ന് മൂളിക്കൊണ്ട് അവൾ നോക്കാതെ ഒരു മുന്തിരി കൂടി എടുത്ത് വായിലേക്ക് ഇട്ടു. എടി നീലി! അതേ സമയം തന്നെയാണ് അകത്തളത്തിൽ നിന്നും ഇന്ദ്രന്റെ ശബ്ദമുയർന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.